എൻ്റെ പേര് ഡോക്ടർ സുനിത. അങ്ങാടിപ്പുറം ടെൻഡർ ഹഗ്സ് പോസ്റ്റ്നേറ്റൽ കെയറിൽ ഡോക്ടറാണ്. സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഈ പ്രസവരക്ഷ എടുക്കുന്നത് എന്ന്. ശരിക്കും എന്തിനാണ് പ്രസവരക്ഷ എടുക്കുന്നത്? ഒരു ഗർഭകാലത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തെല്ലാം തരം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പലതരം മസിൽസ് വളരെയധികം ലാക്സ് ആയിട്ടുണ്ടാവും, വയറിൻ്റെ ഭാഗത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇതിനെയെല്ലാം കറക്റ്റ് ചെയ്ത് പഴയ രീതിയിലാക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊപ്പം ഇതിനേക്കാൾ പ്രധാനമായി പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീയുടെ ശരീരത്തിന് കുറഞ്ഞിട്ടുള്ള ബലം വീണ്ടെടുക്കുക, ശരീരത്തിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വേദനകൾ ഇല്ലാതാക്കുക, ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, കൂടാതെ മുലപ്പാലിൻ്റെ ഉൽപ്പാദനം ശരിയായ രീതിയിലാക്കി കുഞ്ഞിൻ്റെ ആരോഗ്യം കൂടി ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പ്രസവരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സഹായിക്കുന്ന പ്രത്യേകതരം ആഹാരങ്ങളും ഔഷധങ്ങളും എക്സ്റ്റേണലി നമ്മൾ ചെയ്യുന്ന അഭ്യംഗം അഥവാ ഓയിൽ മസാജ്, വേദുകുളി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സും ഇതിൻ്റെയൊക്കെ ഒപ്പം അതിനനുസരിച്ച് ജീവിത രീതിയും കൂടെ ചേരുമ്പോഴാണ് ശരിയായ പ്രസവരക്ഷയാവുന്നത്. കുഞ്ഞിൻ്റെ ആരോഗ്യം മാത്രമല്ല, പ്രസവത്തിന് ശേഷം അമ്മയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രസവരക്ഷാ മരുന്നുകൾ ഉപയോഗിക്കേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ടും ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. കാരണം മരുന്നാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പ്രസവിച്ചിരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അതിന് പകരമായിട്ട് നമ്മൾ വൈദ്യശാലയിൽ പോയിട്ട് ഒരു സെറ്റ് ഓഫ് മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ ഈ അമ്മയ്ക്കുണ്ടാക്കും. അതുവഴി കുഞ്ഞിൻ്റെ ദഹന പ്രശ്നങ്ങളും ആരംഭിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈയിടെയായിട്ട് ഗൈനക്കോളജിസ്റ്റുകൾ പ്രസവത്തിന് ശേഷം ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു നിയന്ത്രണം വെക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. സാധാരണയായി പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീയുടെ ദഹനശക്തി വളരെയധികം കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരമായിരിക്കണം ആദ്യത്തെ ആഴ്ചകളിൽ കഴിക്കേണ്ടത്. കഞ്ഞി, മാംസരസങ്ങൾ ചേർത്തിട്ടുള്ള സൂപ്പ് ഇതെല്ലാം ഉപയോഗിക്കാം. എണ്ണ ചേർത്ത ആഹാര സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പ്രസവശേഷം ചുരുങ്ങിയത് 1.5 മാസം അല്ലെങ്കിൽ 6 ആഴ്ചക്കാലമാണ് ഒരു സ്ത്രീ വിശ്രമിക്കേണ്ടത്. ഗർഭാശയം ചുരുങ്ങി അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്തുന്ന ഇൻവൊല്യൂഷൻ പീരീഡ്, ആ ഒരു 6 ആഴ്ചക്കാലം ഒരു സ്ത്രീ വിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രസവിച്ച് കിടക്കുക എന്നതിലുപരിയായിട്ട് ആവശ്യത്തിന് വിശ്രമം എടുക്കുക എന്നതാണ് വേണ്ടത്. ഗർഭാശയം ചുരുങ്ങി അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു 6 ആഴ്ചക്കാലം അമിതമായിട്ട് അധ്വാനമുള്ള ജോലികൾ ഒഴിവാക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക. ഇത്രയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ഹെർബൽ ബാത്ത് അല്ലെങ്കിൽ വേദുകുളി എന്ന് പറയുന്നത് പ്രസവരക്ഷയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ടാണ്. പ്രസവിച്ചിരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യത്തിന്, ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയ്ക്കനുസരിച്ചാണ് ഏത് തരം മരുന്നുകൾ ഉപയോഗിച്ച് വേദു കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് കാലാവസ്ഥയ്ക്കും ശാരീരികാവസ്ഥയ്ക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. സഹിക്കാവുന്ന ചൂടിലാണ് വേദു കുളിക്കുള്ള വെള്ളം ഉപയോഗിക്കേണ്ടത്. സാധാരണയായിട്ട് വീടുകളിൽ പ്രസവരക്ഷ ചെയ്യുമ്പോൾ വളരെയധികം തിളച്ച വെള്ളം കൊണ്ട് സ്ത്രീയുടെ മേൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ അതൊരു തെറ്റായ പ്രവണതയാണ്. പ്രസവരക്ഷ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യേണ്ടുന്ന ഒരു ചികിത്സാക്രമമാണ്. അതിന് പകരമായിട്ട് തെറ്റായ ഡോസിലും അളവിലും അമ്മയ്ക്കും കുഞ്ഞിനും മരുന്നുകൾ നൽകുക, ദഹനക്കേട് ഉണ്ടാകുന്ന തരത്തിൽ അമ്മയ്ക്ക് അധികമായിട്ട് ഭക്ഷണം കൊടുക്കുക, കുഞ്ഞിനെ വൃത്തിയില്ലാതെ കൈകാര്യം ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ കാരണം പ്രസവരക്ഷ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രസവ ശിക്ഷ തന്നെ ആയി മാറാറുണ്ട്. ഇതിന് പകരമായിട്ട് പ്രസവിച്ചിരിക്കുന്ന അമ്മയുടെ ആരോഗ്യ സ്ഥിതിക്ക് അനുസരിച്ചാണ് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കേണ്ടത്.